ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ 40 ഡേ സ്റ്റഡി പ്ലാനിൽ ഡേ 13 എത്തിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ എക്സാമിനോട് വളരെ അടുത്തു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണമെന്ന് വിചാരിക്കുന്നു. ആൻഡ് പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമുക്ക് ഇന്ന് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതായത് നമുക്ക് ഇന്ന് മെയിൻ ആയിട്ട് 3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനുണ്ട്. ആൻഡ് 2024 80/2024, അതുപോലെ 85/24, പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് 2021 SSLC ലെവൽ എക്സാമിന്റെ 213/2021 മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഹോട്ട് ടോപ്പിക്സ് ആണ്. ഹോട്ട് ടോപ്പിക്സ് എന്ന് അറിയാം, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് കാർഷിക വിളകൾ, അതുപോലെ സങ്കര ഇനങ്ങൾ. അപ്പൊ ഈ വിള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്കിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വിള തരും, അതായത് എന്നിട്ട് അതിന്റെ സങ്കര ഇനം ഏതാന്ന് ചോദിക്കും. അതായത് നമുക്കിപ്പോ വെണ്ട തരും, ചിലപ്പോൾ തക്കാളി തരാം, ചിലപ്പോൾ മുളക് തരാം. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ കാർഷിക വിളകൾ നോക്കി വയ്ക്കുക. പിന്നെ പത്മ അവാർഡ്സ് നമുക്ക് ഈ അടുത്ത് കഴിഞ്ഞുള്ളൂ. അപ്പൊ ബേസിക്കലി അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏറ്റവും പുതുതായിട്ട് കിട്ടിയതും അതുകൂടാണ്ട് കഴിഞ്ഞ എല്ലാവർക്കും കിട്ടിയെന്നുള്ള കാര്യങ്ങളും നോക്കി വെക്കുക. അതുകൊണ്ടാണ് പത്മ അവാർഡിന്റെ മാതൃകയിൽ കേരള സർക്കാർ കൊടുക്കുന്ന ഒരു അവാർഡ് ഉണ്ട്. ആ അവാർഡുകൾ ഏതൊക്കെയാണെന്നും ആ അവാർഡുകളുടെ സമ്മാന ജേതാക്കൾ ആരൊക്കെയെന്ന് നോക്കി വയ്ക്കുക. പിന്നെ നമുക്ക് സാഹിത്യ റിലേറ്റഡ് ആയിട്ടുള്ള അവാർഡ്സ്, അതായത് വയലാർ അവാർഡുകൾ, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങിയ ഭയങ്കരമായിട്ട് ഹോട്ട് ടോപ്പിക്സിൽ നിൽക്കുന്ന മെയിൻ ആയിട്ടുള്ള അവാർഡുകൾ നോക്കുക. അത് 2-3 വർഷങ്ങളായിട്ട് ആർക്കൊക്കെ കിട്ടി, ഏതൊക്കെ കൃതികൾക്കാണ് കിട്ടിയെന്നുള്ള കാര്യങ്ങൾ നോക്കി വയ്ക്കുക. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് പദവികളാണ്. അതായത് ഇപ്പൊ ഏറ്റവും കറന്റ് ആയിട്ട് നിൽക്കുന്ന പദവികളിൽ ആരൊക്കെയാണ് ആ പദവികൾ വഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പിന്നെ നോക്കാനുള്ളത് MEM ആണ്. MEM പറയേണ്ട കാര്യമല്ലോ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. നമ്മ PYQകൾ വെച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അതിന്റെ കൺസെപ്റ്റ്സ് ഒക്കെ നല്ല ഊട്ടി ഉറപ്പിക്കുക. അതുപോലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഒരു കാരണവശാലും വിടാൻ പറ്റാത്തതാണ്. അപ്പൊ ഇതെല്ലാം നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണമെന്ന് വിചാരിക്കുന്നു. 2 ദിവസമുള്ളൂ. അപ്പോൾ ഉറപ്പാണ്ട് എല്ലാവരും നല്ല രീതിയിൽ കൃത്യമായിട്ട് ടൈം ടേബിൾ ഒക്കെ എടുത്ത് വെച്ച് പഠിക്കുക. പഠിച്ച് തന്നെ വീണ്ടും വീണ്ടും ഒന്നുകൂടി ഓർത്ത് മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുക. എന്നാൽ എക്സാമിന്റെ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് വരുള്ളൂ. എല്ലാവരും നന്നായി പഠിക്കാം. അപ്പൊ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.